നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഒന്നാം പ്രതി പൾസർ സുനി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ദൃശ്യം ചിത്രീകരിച്ചതായി പറയുന്ന ഫോൺ കണ്ടെടുക്കാനായിട്ടില്ല എന്നാണ് പ്രധാനപ്പെട്ട വാദം. മെമ്മറി കാർഡ് കണ്ടെടുത്ത് നടപടിക്രമം പാലിക്കാതെയാണ് മെമ്മറി കാർഡ് കണ്ടെത്തിയത് എന്ന വാദം കൂടി കോടതിയിൽ പൾസർ ഉന്നയിക്കുന്നു. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ. പ്രദീപ്, ഇതുൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശിക്ഷ റദ്ദാക്കണമെന്ന ആവശ്യം പൾസർ സുനി ഹൈക്കോടതിയിൽ ഉന്നയിക്കുന്നത്? രതീഷ്, നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയടക്കം 6 പ്രതികളെയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. കേസിലെ ഒന്നാം പ്രതിയാണ് പൾസർ സുനി. 20 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയുമാണ് സുനിക്ക് ശിക്ഷയായി വിധിച്ചിരുന്നത്. ഈ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. റദ്ദാക്കുന്നതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പ്രധാനമായും 4 വസ്തുതകളാണ്. ഒന്ന്, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ ഈ ആക്രമണ ദൃശ്യങ്ങൾ പകർത്തിയതായി പറയപ്പെടുന്ന മൊബൈൽ ഫോൺ ഇനിയും കണ്ടെടുക്കാനായിട്ടില്ല എന്ന് സുനി അപ്പീലിൽ പറയുന്നു. മറ്റൊന്ന്, മെമ്മറി കാർഡ് കണ്ടെടുത്തത് ചട്ടങ്ങൾ പാലിക്കാതെയാണ് എന്നാണ് വിമർശനം. മൂന്നാമതായി സുനി സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഈ കേസിൽ തന്നെ കേസുമായി ബന്ധപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട തെളിവുകളൊന്നും ഇനിയും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഇതിനോടകം ഹാജരാക്കിയിരിക്കുന്ന തെളിവുകൾക്കൊന്നും ഈ തെളിവുകളൊന്നും തന്നെ കേസുമായി നേരിട്ട് ബന്ധപ്പെടുത്തുന്നവയല്ല. കൂടാതെ സംശയാതീതമായി ഈ കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതാണ്. ഇത്തരം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് തൻ്റെ ശിക്ഷാവിധി ഒഴിവാക്കണം, അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പൾസർ സുനി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കൂടാതെ DNA പരിശോധനയ്ക്കായി സാമ്പിൾ എടുത്തതിൽ അപാകതകൾ ഉണ്ട് എന്നുള്ള ആക്ഷേപവും പൾസർ സുനി ഈ അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പീൽ സ്വീകരിച്ച ഹൈക്കോടതി അടുത്ത ദിവസം ഇത് പരിഗണനയ്ക്കെടുക്കും. ശരി, നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്ന ആവശ്യവുമായാണ് പൾസർ സുനി ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.